ദുഃഖിതരെ പീഡിതരെ നിങ്ങൾ കൂടി വരൂ, നിർധനരെ മർദ്ദിതരെ നിങ്ങൾ കൂടി വരൂ, നിങ്ങൾക്ക് സ്വർഗരാജ്യം സ്വർഗരാജ്യം. വയലാറിൻ്റെ മനോഹരമായ വരികളാണിവ. ഞാൻ സിസിലി. ദുഃഖിതരോടും പീഡിതരോടും സുവിശേഷം പ്രഘോഷിക്കുന്നതിനായി ഭാരതത്തിലേക്ക് എത്തിയ അപ്പസ്തോലൻ വിസ്ത തോമാസ് ലീഹ. അദ്ദേഹം ജീവിച്ച് സുവിശേഷ പ്രഘോഷണം നടത്തിയ ഇടത്തിലാണ് നാം ഇപ്പോൾ നിൽക്കുന്നത്. ചെന്നൈയിലെ ചിന്നമല എന്നറിയപ്പെടുന്ന ലിറ്റിൽ മൗണ്ട്. ക്രിസ്തു ശിഷ്യനായ വിസ്ത തോമാസ് ലീഹായുടെ ജീവിതയാത്രയുമായി ആഴത്തിൽ ബന്ധപ്പെട്ട് കിടക്കുന്ന മൈലാപ്പൂരിലെ വിശുദ്ധ ഇടങ്ങളിലൂടെ, ആ കാലഘട്ടത്തിന്റെ ഓർമ്മകളിലൂടെ നമുക്ക് ഒരുമിച്ച് നടന്നു നീങ്ങാം. നമ്മളിപ്പോൾ ലിറ്റിൽ മൗണ്ടിലെ ദേവാലയത്തിനുള്ളിലാണ് നിൽക്കുന്നത്. ഇവിടെയാണ് മാർ തോമാസ് ലീഹ കുറെ കാലം താമസിച്ച് സുവിശേഷം പ്രഘോഷണം ചെയ്ത ഇടം. The history holds that the tradition says St. Thomas visited Little Mount when he was in Chennai, and he was residing here. He was residing here almost for 10 years. Staying, praying and preaching to the local people, Later, during the visits of Armenians, Portuguese and English historians, they have discovered the historical footprints of St. Thomas here in Little Mount. Especially we have a cave here, on the rock cave. It is said that St. Thomas was residing in this cave, praying, visiting people, and preaching the gospel. And we also have a chapel built on the cave by the Portuguese in 1551, the oldest chapel. The chapel has Mother Mary, Our Lady of Good Health, and people come and pray in the chapel. The next important thing that we have is the miraculous fountain, rock fountain that we have in the top of the Little Mount. Okay. It is said that by a miracle, St. Thomas created this rock fountain in order to serve the need of water for the local people. Okay. And another thing that we have here is the cross carved on the stone where St. Thomas used to pray. And we still have the stone cross, and it is said in the later days in the history, the cross bleeded. The cross bleeded, and people also have a lot of devotion, and they come here and pray before the stone cross. സോ ഇതാണ് കേവ് ഓഫ് സെയിന്റ് തോമസ്. ഇതാണ് അദ്ദേഹം താമസിച്ചിരുന്ന ഗുഹ, കേവ് എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് കേറുമ്പോൾ തന്നെ മിസ്റ്റർ തോമസ് ലീഹ കൈ കൊണ്ട് കാവ് ചെയ്തെടുത്ത കുരിശ് നമുക്ക് കാണാം. മറ്റ് കാഴ്ചകളിലേക്ക് നമുക്ക് പോകാം. വരും.
ഈ കല്ല് കാണുന്നില്ലേ, ഇവിടെ നമുക്കൊരു മാർക്ക് കാണാം. ഈ ഒരു പൊസിഷനിലാണ് മിസ്റ്റർ തോമസ് ലീഹ പ്രാർത്ഥിച്ചിരുന്നതെന്നാണ് പറയുന്നത്. ഇവിടെ വരുന്ന ആൾക്കാർ ഇതേ പൊസിഷനിൽ ഇങ്ങനെ മുട്ടുകുത്തി ഇതേപോലെ തന്നെ കൈവച്ചിരുന്ന് ഈശോയോട് പ്രാർത്ഥിക്കാറുണ്ട്. 13 വർഷമാണ് മിസ്റ്റർ തോമസ് ലീഹ ഇതേപോലെ ഈ ഗുഹയിൽ താമസിച്ച് ജീവിച്ച് സുവിശേഷം പ്രഘോഷണം ചെയ്ത് പ്രാർത്ഥിച്ചിരുന്നതെന്നാണ് പറയപ്പെടുന്നത്. ഇവിടെ നമുക്ക് 1-2 അടയാളങ്ങളോട് കാണാം. ഒന്ന് മിസ്റ്റർ തോമസ് ലീഹയുടെ പാദത്തിൻ്റെ അടയാളം, അതുപോലെ കൈയുടെ അടയാളം. സോ ഇവിടെ പറയപ്പെടുന്നത് ഇവിടെ പ്രാർത്ഥിച്ച് താമസിച്ചിരുന്ന സമയത്ത് അദ്ദേഹത്തെ ആക്രമിക്കുവാനായിട്ട് ശത്രുക്കൾ വന്ന സമയത്ത് ഈ അതിലൂടെയാണ് നമ്മൾ ഗുഹയിലോട്ട് എൻട്രി ചെയ്യുന്നതെങ്കിൽ ഈ വഴിയിലൂടെയാണ് മിസ്റ്റർ തോമസ് ലീഹ സെന്റ് തോമസ് മൗണ്ടിലേക്ക് പോയത് എന്നാണ് പറയപ്പെടുന്നത്. അപ്പം അതിൻ്റെ അടയാളങ്ങളെല്ലാം നമുക്കിവിടെ കാണാവുന്നതാണ്. സുവിശേഷം കേൾക്കുവാനായി എത്തിയ ആൾക്കാർക്ക് ഈ മലയിൽ വെച്ചാണ് മിസ്റ്റർ തോമസ് ലീഹ അവർക്ക് സുവിശേഷം പങ്കുവച്ചതും ധാരാളം ആൾക്കാരിലേക്ക് സൗഖ്യം പകർന്നു കൊടുത്തതും. ലിറ്റിൽ മൗണ്ടിലെ അടുത്ത പ്രധാനപ്പെട്ട ഒരു ഇടമാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഈ ഒരു ഇടം ഓൾട്ടർ ഓഫ് സെയിൻറ്റ് തോമസ് എന്നാണ് അറിയപ്പെടുന്നത്. അതായത് വിശുദ്ധ തോമസ് ലീഹ ഇവിടെ താമസിച്ചിരുന്ന സമയത്ത് ഇവിടെ വിശുദ്ധ കുർബാന അർപ്പിച്ചിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അതിൻ്റെ അടയാളങ്ങൾ നമുക്കിവിടെ കാണാം. ഓൾസോ നമുക്ക് വിശുദ്ധ തോമസ് ലീഹ കൈകൊണ്ട് കാവ് ചെയ്തെടുത്ത ഒരു കുരിശ് നമുക്ക് കാണാം. ഈ കുരിശിൽ നിന്ന് 15-ാം നൂറ്റാണ്ട് മുതൽ 17-ാം നൂറ്റാണ്ട് വരെ രക്തം ചിന്തിയിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. പ്രത്യേകമായിട്ട് സെന്റ് തോമസ് മൗണ്ടിൽ വെച്ച് വിശുദ്ധ തോമസ് ലീഹ ശത്രുക്കളാൽ ആക്രമിക്കപ്പെടുന്ന ആ ദിവസം ഡിസംബർ 18-ാം തീയതി ഈ കുരിശിൽ നിന്നും രക്തം ഒഴുകിയിരുന്നു എന്നാണ് ചരിത്രം പറയപ്പെടുന്നത്. ലിറ്റിൽ മൗണ്ടിലെ മറ്റൊരു പ്രധാനപ്പെട്ട ഇടത്തിലാണ് നമ്മൾ വന്നെത്തിയിരിക്കുന്നത്. ദ മിറാക്കുലസ് സ്പ്രിംഗ് ഓഫ് സെയിൻറ്റ് തോമസ്. വചനം കേൾക്കുവാനായി എത്തിയ ആൾക്കാർക്ക് വെള്ളം പകരുന്നതിനായി അദ്ദേഹത്തിൻ്റെ വടി കൊണ്ട് ഈ പാറമേൽ അടിച്ചപ്പോൾ ഇവിടെ ഉറവയുണ്ടായി എന്നാണ് ചരിത്രം പറയുന്നത്. ഏകദേശം 6 അടി താഴ്ചയുള്ള ഒരു ഉറവയാണ്. ഇപ്പോഴും ഇവിടെ വെള്ളം നമുക്ക് കാണുവാൻ സാധിക്കും. ചിന്നമല കഴിഞ്ഞ് നമ്മൾ പെരിയ മലയിലേക്ക് എത്തിയിരിക്കുകയാണ്. സെന്റ് തോമസ് മൗണ്ട്. ഇവിടെയാണ് വിശുദ്ധ തോമസ് ലീഹ ശത്രുക്കളാൽ ആക്രമിക്കപ്പെട്ട് മരണപ്പെടുന്നത്. അതിനുശേഷമാണ് ഈ മല സെന്റ് തോമസ് മൗണ്ട് എന്ന് അറിയപ്പെടാൻ തുടങ്ങിയിരിക്കുന്നത്. സോ ഈ ഒരു ഇടവും ഈ ഒരു ചർച്ച്, ഈ ഒരു ബസിലിക്ക ഇതൊരു നാഷണൽ ഷ്രൈൻ ആയിട്ട് മാറി. സെന്റ് തോമസ് മൗണ്ട് നാഷണൽ ഷ്രൈൻ ബസിലിക്ക എന്നാണ് ഇപ്പോൾ അറിയപ്പെടുന്നത്. ഇതൊരു തീർത്ഥാടന കേന്ദ്രമാണ്. ധാരാളം ആൾക്കാർ ഇവിടെയും വന്ന് പ്രാർത്ഥിക്കാറുണ്ട്. അപ്പം നമുക്കിനി ഈ ബസിലിക്ക കാഴ്ചകളിലേക്ക് പോകാം. St. Thomas Mount is a land of martyrdom. ரத்த சாட்சியத்தினுடைய புண்ணிய பூமி என தமிழ் நாம் அதை சொல்லலாம். வேத சாட்சியாக, இரத்த சாட்சியாக, மறை சாட்சியாக கிறிஸ்துவுக்காக தோமா இங்கே மரித்தார். உங்கள் எல்லோருக்கும் தெரியும், தோமா மட்டுமல்ல, 12 அப்போஸ்தலர்களில் யோவான் தவிர மற்ற எல்லோருமே இரத்த சாட்சியாக வெவ்வேறு நாடுகளில் மரித்தார்கள். அவர்கள் வெவ்வேறு நாடுகளில் மரித்தது போல புனித தோமையாரும் இந்த இந்திய பூமியிலே, தமிழ்நாட்டிலே, குறிப்பாக இந்த மலையிலே அவர் இங்கே இரத்த சாட்சியாக மரித்தார். இப்பொழுது நாம் உள்ளே சென்று அவர் மரித்த இடத்தை தரிசிப்போம். அந்த மரித்த இடத்திலிருந்து அதை பற்றிய ஒரு சில நினைவுகளை மீண்டும் நினைவு கூர்ந்து பார்ப்போம். இந்த இடத்தில்தான் தோமையார் கிபி 72ஆம் ஆண்டு அவர் இரத்த சாட்சியாக கொல்லப்பட்டார், மரித்தார். இதுதான்
த லேண்ட் ஆஃப் மார்ட்டடம் என நாம் அழைக்கின்றோம். Yeah. அவர் கொல்லப்பட்ட விதம் இங்கே ஒரு அழகான ஒரு இமேஜாக கொடுக்கப்பட்டிருக்கிறது, ஒரு படமாக வரையப்பட்டிருக்கிறது. He was praying, is it? அவர் தான் வடித்த கற்சிலுவைக்கு முன்னால் ஜெபித்து கொண்டிருந்த பொழுது ஈட்டியால் குத்தப்பட்டு அவருடைய ரத்தம் அந்த கற்சிலுவையின் மீது பட அவர் அப்படியே சரிந்து இறந்து போனார். புனித தோமையார் மலை தேசிய திருத்தல பேராலயத்தினுடைய நடுநாயகமாக இருப்பது இந்த ரத்தம் சொரியும் கற்சிலுவை. This cross is a stone cross. And this cross is 2000 years old. Oh, okay. And this cross has been chiseled, carved by Saint Thomas himself. புனித தோமையாரே தன்னுடைய திருக்கரங்களால் இந்த மலையிலிருந்து ஒரு கல்லை எடுத்து ஒரு அழகான கற்சிலுவையை வடிக்கிறார். இந்த கற்சிலுவை நமக்கு நிறைய செய்திகளை சொல்லுகின்றது. இது சொல்லுகிற முதல் செய்தி, சிலுவை என்றாலே அது அசிங்கத்தின் சின்னம், அவமானத்தின் சின்னம், இறப்பின் சின்னம், அப்படிதான் சொல்லப்பட்டது. ஆனால் தோமா வடித்து கொடுத்த இந்த கற்சிலுவையை பார்க்கிற பொழுது அது இந்திய கலாச்சாரத்தையும் உள்வாங்கி இட்ஸ் a life giving cross. அந்த கிராஸ் மாடல் பாக்குறீங்க, இட்ஸ் ஃப்ளவரி, ஒரு பூ பூப்பது போல் அது இருக்கிறது. வாழ்வு கொடுப்பது போல் இருக்கிறது, உயிர் கொடுப்பது போல் இருக்கிறது. That's why cross is not a dead cross, it's a life giving cross. அதுதான் இந்த தோமா வடிச்ச கற்சிலுவையினுடைய மகிமை. 2000 ஆண்டுகளாக இந்த கற்சிலுவை இங்கே இருக்கிறது. நான் ஏற்கனவே சொன்ன மாதிரி இந்த இடத்துல தான் தோமா கொல்லப்பட்டார். இந்த தேவாலயத்தினுடைய ஸ்பெஷல் என்னன்னா, உங்களுக்கு தெரியும், நம்மளுடைய அப்போஸ்தலர்கள், திருத்தூதர்கள் அல்லது இயேசுவினுடைய சீடர்கள், அவர்களது கல்லறையின் மீது தேவாலயங்கள் கட்டப்பட்டிருக்கிறது. தோமாவிற்கே சாந்தோமில் அப்படி ஒரு தேவாலயம் இருக்கிறது, ஜேம்ஸ், பீட்டர் இருக்கு. ஆனால் அவர்கள் இரத்த சாட்சியாக மரித்த அந்த இடத்தின் மீது யாருக்கும் தேவாலயம் கட்டப்படவில்லை. தோமாவிற்கு மட்டுமே, அதுவும் இந்த தோமையார் மலையில் மட்டுமே அவர் மரித்த இடத்தின் மீது இந்த ஒரு தேவாலயம் கட்டப்பட்டிருக்கிறது. அவர் 72 இறந்து போகிறார். அதன் பிறகு அவர் மீது நம்பிக்கை வைத்தவர்கள், அவரது வார்த்தைகளை கேட்டு இயேசுவை நம்பியவர்கள் ஒரு சிறிய ஆல்டர் ஒன்றை இங்கே எழுப்புகிறார்கள். 151ஆம் ஆண்டு, 2nd centuryல அந்த ஆல்டர் இந்த இடத்திலே அமைக்கப்பட்டதாக வரலாறு பாரம்பரியம் சொல்லப்படுகின்றோம். ஈராயிரம் ஆண்டுகள் பழமையான இறை அன்னையினுடைய ஓவியம். இது ஒரு மரப்பலகையின் மீது வரையப்பட்டிருக்கிறது. உங்களுக்கு தெரியும், லூக்கா he was a good he was a painter, he was a physician, so he was also evangelist. அப்படி லூக்கா ஒரு 7 படங்களை வரைகிறார். அதில் ஒன்றை தோமாவிடம் கொடுக்கிறார். தோமா அதை ஒரு உத்திரியமாக மாட்டிக்கொண்டு, it was a scapular. That's why even today it is called as the scapular of Saint Thomas. It is available in our basilica. So this scapular he was wearing, and he was explaining to the people of India that this is what is Mother Mary. அன்னை மரியாளை இந்த படத்தை, இந்த இறை அன்னையின் ஓவியத்தை வைத்துதான் இந்திய மக்களுக்கு அறிமுகம் செய்து வைத்தார். So 52 AD-ലാണ് ഈ പിക്ചർ കൊണ്ടുവന്നിരിക്കുന്നത്. ഇത് വരച്ചിരിക്കുന്ന ലൂക്കയാണ്. സോ ലൂക്ക വരച്ച ഈ പിക്ചർ സെന്റ് തോമസിന്റെ കയ്യിൽ കൊടുത്തുവിട്ട് അങ്ങനെ സെന്റ് തോമസ് ആണ് നമ്മുടെ ഭാരതത്തിലേക്ക് ഇത് കൊണ്ടുവരുന്നത്. അപ്പൊ ഈ പിക്ചറിലൂടെയാണ് നമ്മൾ പരിശുദ്ധ അമ്മേനെയും ഈശോനെയും ഒക്കെ കാണുന്നത്. എങ്ങനെയാണ് അവർ ആക്ച്വലി ഇരുന്നത്, ബിക്കോസ് ലൂക്ക എന്തായാലും പരിശുദ്ധ അമ്മേനെ കണ്ടിട്ടുണ്ട്. സോ അത് എങ്ങനെ ഇരുന്നു എന്നുള്ളത് അദ്ദേഹത്തിന് നന്നായിട്ട് അറിയാം. സോ അദ്ദേഹം വരച്ച പിക്ചറാണിത്. இந்த இறையன்னையின் ஓவியத்தோட இன்னொரு நிகழ்வு இருக்கிறது. 1523 நடுநாயகமாக வைத்து இந்த தேவாலயம் கட்டப்பட்ட பிறகு 1559ஆம் ஆண்டு 1559, you know, those days the entire place was ruled by Vijayanagar king. So one of the king is Bisnaka. This Bisnaka king, he heard about this miraculous picture. இது இந்த தேவாலயத்தில் மலையில் வைக்கப்பட்டு இருக்கிறது என்பதை தெரிந்து கொண்டு அவர் இதை எடுத்து சென்று விடுகிறார். He has taken this to his palace.
அவருடைய அந்த அரண்மனைக்கு கொண்டு போய் அதை வைத்து அது தன்னோடு இருந்தால் நிறைய பணம் வரும், நிறைய பதவி கிடைக்கும், நிறைய நாள் அரசனாக இருக்கலாம் என்கிற ஆசையோடு இதை கொண்டு போய் அவர் வைத்து விடுகிறார். அப்போது அன்று இரவு அவர்களுக்கு ஒரு பேட் ட்ரீம், ஒரு கெட்ட கனவு வருகிறது. அவருடைய மனைவி பயந்து விடுகிறார். அரசவை கீழே விழுவது போலும், அரசவை நொறுங்கி போவது போலும், அவர் இறப்பது போலும் ஒரு கனவு காண்கிறார். இரவோடு இரவாக அவர்கள் உடனடியாக தனது வீரர்களை அழைத்து ஒரு பல்லாக்கு ஒன்றை செய்து to bring this back because without reverence I have taken, now with reverence I have to send it back ன்னு சொல்லி இரவோடு இரவாக அவர்கள் ஒரு பல்லாக்கில் வைத்து கொண்டு வந்து அதே இடத்தில் நிறுவியதாக ஒரு வரலாறு இருக்கிறது. அதே போல இந்த அன்னையினுடைய ஓவியத்தை அதன் பிறகு வந்தவர்கள் இதை ரீபெயிண்ட் பண்ணலாமா என சொல்லி யோசிக்கிறார்கள். அப்படி ஒரு ரீபெயிண்ட் செய்வதற்கு அதை தொடுகிறார். அவர் பார்வை போனதாக ஒரு பாரம்பரியம் இருக்கிறது. Untouched. There was also somebody again tried after so many years. The paint did not stick. My God. So இது போல் நிறைய ஒரு மிராக்குலஸ் புதுமை மிக்க ஒரு இறை அன்னையினுடைய ஓவியம். இந்த அன்னையிடத்திலே நிறைய பேர் ஜெபித்து நிறைய ஆசீர்வாதங்கள் புதுமைகளை காண்கிறார்கள். இன்னொரு பொக்கிஷமாக நாம் பார்ப்பது தோமையாருடைய கைவிரல் எலும்பு. இயேசுவினுடைய தழும்பை தொட்டு பார்ப்பேன், அவருக்கு காயம் ஏற்பட்ட இடத்தில் விட்டு பார்ப்பேன் என சொன்னாரே, அந்த கைவிரல் எலும்பு இங்கே பாதுகாக்கப்பட்டு வைக்கப்படுகிறது. அதே போல எந்த பாதத்தை பயன்படுத்தி அவர் இந்த மண்ணுக்கு வந்தாரோ, இங்க வந்து இறை ஆட்சியை போதித்தாரோ, அந்த பாதவிரல் எலும்பும் நம்மிடம் இங்கே திருப்பண்டமாக வைக்கப்பட்டு மக்களுடைய பயன்பாட்டிற்கு, அவர்களுடைய தரிசனத்திற்காக வைக்கப்பட்டிருக்கிறது. AD 52 ഭാരതത്തിലേക്ക് വന്ന് AD 72 വിട പറഞ്ഞ തോമസ് ലീഹ രക്തസാക്ഷ്യം വരിച്ച മണ്ണിലാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത്. എനിക്ക് തോന്നുന്നു തോമസ് ലീഹ നമുക്ക് ഭാരതത്തിലേക്ക് കൊണ്ടുവന്ന ഈ വിശ്വാസ ദീപം അളി കത്തണമെങ്കിൽ 3 കാര്യം ശ്രദ്ധിക്കണം. പേഴ്സണൽ പ്രേയർ, അത് തോമസ് ലീഹയ്ക്ക് ഇൻറ്റിമസി ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പോകുന്ന ഇടം നിങ്ങൾക്ക് അറിയാമല്ലോ എന്ന് ചോദിച്ചപ്പോൾ തോമസ് ലീഹ എടുത്ത് പറഞ്ഞ ഈശോയോട്, നിങ്ങൾ എവിടേക്ക് പോകണമെന്ന് അറിയാം, ഞങ്ങൾ എങ്ങനെ അറിയണേ, വഴി എങ്ങനെ അറിയണേന്ന് ചോദിച്ചില്ലേ? അപ്പോഴല്ലേ ഞാനാണ് വഴിയും സത്യം ജീവനും വെളിപ്പെടുത്തി കൊടുത്തേ. നീ എനിക്ക് പ്രത്യക്ഷപ്പെട്ട് ഞാൻ വിശ്വസിക്കില്ല എന്ന് പറയാൻ മാത്രമുള്ള ഇൻറ്റിമസി ഉണ്ടായിരുന്നു തോമസിനും യേശുവും തമ്മിൽ. ത്രൂ പേഴ്സണൽ പ്രേയർ വി ഷുഡ് ഹാവ് ദാറ്റ് ഇൻറ്റിമസി. ഈ ദീപം ശരിക്കും കത്തണമെങ്കിൽ. അതുപോലെ രണ്ടാമത്തെ കാര്യം ഫാമിലി പ്രേയർ ആൻഡ് ഫാമിലി ഷെയറിങ്. തുറന്ന് സംസാരിക്കാനുള്ള അന്തരീക്ഷം ഉണ്ടാകണം. പല കുടുംബങ്ങളിലും ഉണ്ട്, പക്ഷെ പല കുടുംബങ്ങളിലും ഇല്ല. 3-ാമത്തെ കാറ്റഗിസം, തോമസിലേക്ക് കൊണ്ടുവന്ന ആ വിശ്വാസ ദീപം കെടാതിരിക്കണമെങ്കിൽ വി ഷുഡ് ടേക്ക് കെയർ ഓഫ്. വളരെയധികം ശ്രദ്ധിക്കണം ഡ്രഗ്സിന്റെ കാര്യത്തിൽ, ഡ്രിങ്ക്സിന്റെ കാര്യത്തിൽ, അതുപോലെ തന്നെ വഴിതെറ്റിക്കുന്ന മൊബൈൽ അഡിക്ഷന്റെ കാര്യത്തിൽ. അപ്പം അങ്ങനെ ഈ 3 വിപത്തുകൾ ഇല്ലായ്മ ചെയ്തുകൊണ്ട് തോമസ് ലീഹ നമുക്ക് തന്ന വിശ്വാസ ദീപം ആളി കത്തിക്കാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. புனித 2ஆம் ஜான் பால் அவர்கள் திருத்தந்தையாக இருந்தபோது அவர் இந்த இடத்திற்கு வந்திருக்கிறார். இந்த இடத்தில் அவர் நின்றிருக்கிறார். இந்த இடத்தில் அவர் நின்று கீழே ஃபுல்லா மக்கள் வெள்ளம், எல்லா இடத்திலும் மக்கள் வெள்ளம், மக்கள் கூட்டம். அந்த மக்களுக்கு இங்கிருந்து கையசைத்து அவர்களிடத்தில் அவர் உரையாற்றினார். அவர்களுக்காக ஜெபம் செய்து ஆசீர் வழங்கி இருக்கிறார். இந்தியாவில் கிறிஸ்தவம் என்பது ஏதோ 300 ஆண்டுகளுக்கு முன்பாகவோ 200 ஆண்டுகளுக்கு முன்பாகவோ வந்ததல்ல. அப்படி கொஞ்சம் பேர் சொல்லிக் கொண்டிருக்கிறார்கள். அப்படி ஒரு சிலர் சொல்வது உண்டு. அதை முற்றிலும் நாம் ஏற்றுக்கொள்வது கிடையாது, ஏற்றுக்கொள்ள வேண்டிய அவசியமும் இல்லை. ஆனால் இங்க இருக்கிற எல்லோருக்கும் தெரியும், தோமா முதல் நூற்றாண்டில் வந்தார். முதல் நூற்றாண்டில் வந்ததிலிருந்தே இந்த இந்திய மண் கிறிஸ்துவத்தை பெற்றிருக்கிறது, கிறிஸ்துவை பெற்றிருக்கிறது, இயேசுவை அறிந்திருக்கிறது, மாதாவை அறிந்திருக்கிறது. எப்படி எருசலேமுக்கு முதல் நூற்றாண்டில் கிறிஸ்து கிடைக்க பெற்றாரோ அதே போல இந்தியாவிற்கும் முதல் நூற்றாண்டிலே
கிறிஸ்து கிடைக்க பெற்றிருக்கிறார் என்பதனுடைய ஆணித்தரமாக இந்த தோமா மலை மற்றும் தோமா வந்த எல்லா இடங்களும் அதற்கு சான்றுகளாக அமைந்திருக்கின்றன. ஆகவே இந்திய கிறித்துவத்தினுடைய பிறப்பிடம் தோமையார் மலை தேசிய திருத்தல பசிலிக்கா, இந்திய கிறித்துவத்தின் தொட்டில் தோமா மலை தேசிய திருத்தல பசிலிக்கா. இங்கிருந்துதான் இந்திய கிறித்துவம் பிறந்தது. இன்றைக்கு இந்தியா முழுவதும் வளர்ந்திருக்கிறது. முதல் நூற்றாண்டிலிருந்தே இந்திய கிறித்துவம் இந்தியாவில் இருக்கிறது என்பதற்கான சான்றாக இந்த மலை அமைகின்றது என்பதை இந்த வேளையிலே தெரிவித்துக் கொள்கின்றேன். ഇതാണ് സാന്തോം കത്തീഡ്രൽ ചർച്ച്. ഇവിടെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ആർക്കിടെക്ചറാണ് ഈ ബസിലിക്ക. നിങ്ങൾ കാണുന്നത് പോലെ തന്നെ അതിനപ്പുറം വളരെ പ്രയർഫുൾ ആയിട്ടുള്ള, വളരെ പീസ്ഫുൾ ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ഉള്ള ഒരു ഇടമാണ് ഈ കത്തീഡ്രൽ ചർച്ച്. ഈ ബ്യൂട്ടിഫുൾ ഷ്രൈൻ എന്ന് പറയുന്നത് ടൂംബ് ഓഫ് സെയിന്റ് തോമസ് അടങ്ങിയിരിക്കുന്ന ഷ്രൈനാണ്. അതായത് ഈശോയുടെ 12 ശിഷ്യന്മാരിൽ 3 പേരുടെ ടൂംബ് ഷ്രൈൻസ് ലോകത്തുള്ളത്. വിശുദ്ധ തോമസ് ലിഹായുടെ പേരിലുള്ള ഷ്രൈൻ ഇവിടെ ചെന്നൈയിൽ, മൈലാപ്പൂരിൽ ഈ സാന്തോം കത്തീഡ്രൽ ചർച്ചിലാണ്. ഒരുപാട് മൈലുകൾ ഉണ്ടായിരുന്നുകൊണ്ടാണ് മൈലാപ്പൂർ എന്ന പേര് വന്നത്. വിശുദ്ധ തോമസ് ലിഹ താമസിച്ചിരുന്ന സ്ഥലമായിരുന്നു. അതുകൊണ്ടാണ് സെയിന്റ് തോമസിൽ മരിച്ചതിന് ശേഷം അദ്ദേഹത്തിന്റെ ബോഡി, തിരുശരീരം ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഇവിടെ അടക്കം ചെയ്തത്. 2004 സുനാമി വന്ന് ഇവിടെ കണ്ടമാനം ആൾക്കാർ മരിച്ച വിവരങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ആ സമയത്ത് ഈ ബസിലേക്ക് സംരക്ഷിച്ചത് തോമസ് ലീയ ഇവിടെ പണ്ട് താമസിച്ചിരുന്ന സമയത്ത് ഇവിടുന്ന് തോമസ് ലീയ ഒറ്റയ്ക്ക് വലിച്ചു കയറ്റിയ ഈ മരത്തിൻ്റെ ഒരു ബാലൻസ് ഇവിടെ ഉണ്ടായിരുന്നത് ഇവിടെ നമ്മുടെ സ്തൂപം പോലെ സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് വന്ന വെള്ളം ഇവിടം വരെ വന്നോളൂ. ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ ബസിലിക്കോട്ട് കയറുകയോ പള്ളിക്ക് യാതൊരു അപകടം സംഭവിക്കുകയോ ചെയ്തില്ല. അപ്പം അതൊരു വലിയ അത്ഭുതമായിട്ട് നമ്മളിവിടെ ദൈവത്തിന് നന്ദി പറഞ്ഞിട്ടുള്ള സ്തൂപമായിട്ട് ഇവിടെ വെച്ചിരിക്കുകയാണത്. We are only 2 to 3% of the population, which means we have a great responsibility of taking the gospel message to the other brothers and sisters of our own country, and we should become another Saint Thomas, so to say, by leading by our life, leading a exemplary life, and through our words and deeds, let us proclaim the good news to the whole of our country. സാന്തോം കത്തീഡ്രൽ പള്ളിയിലെ അതിവിശിഷ്ടമായ ഒരിടത്തേക്കാണ് നമ്മൾ ഇനി കടക്കാൻ പോകുന്നത്. ടൂംബ് ഓഫ് സെയിന്റ് തോമസ്. ഈ ഒരു പിക്ചർ നിങ്ങൾ എല്ലാവരും കണ്ടില്ലേ? വിശുദ്ധ തോമസ് ലിഹായെ കുറിച്ച് ഓർക്കുമ്പോൾ നമുക്ക് മറക്കാനാവാത്തൊരു രംഗമാണിതല്ലേ? ഈശോയുടെ തിരുവിലാവിൽ തൊട്ട് വിശുദ്ധ തോമസ് ലിഹ വിശ്വാസം സാക്ഷ്യപ്പെടുത്തിയ ഒരു ദിവസം. ഈ ഒരു രംഗം കാണുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് വരുന്ന ഒരു ഗാനമാണ്, നിന്റെ തിരുമുൻപിൽ നിന്നിടുവാൻ എൻ്റെ കർത്താവേ എന്നു വിളിക്കാൻ, നിന്റെ തിരുമുൻപിൽ നിന്നിടുവാൻ എൻ്റെ കർത്താവേ എന്നു വിളിക്കാൻ, ആ മുറിപ്പാടിൽ വിരലൊന്നു ചേർക്കാൻ വരമെനിക്കേകണേ ഗുരുനാഥനേ, ആ മുറിപ്പാടിൽ വിരലൊന്നു ചേർക്കാൻ വരമെനിക്കേകണേ ഗുരുനാഥനേ. ഈ ദേവാലയത്തിനോട് ചേർന്ന് ഇവിടെ മനോഹരമായ ഒരു മ്യൂസിയം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഈ ദേവാലയവുമായി ബന്ധപ്പെട്ട ഒരുപാട് പുരാവസ്തുക്കൾ, സ്റ്റോൺസ്, അതുപോലെ ബോൺസ്, മാമുദീസ തൊട്ടികൾ, അങ്ങനെ ഒരുപാട് റെലിക്സും ഒക്കെ ഇവിടെ ശേഖരിച്ചു വെച്ചിട്ടുണ്ട്. ചരിത്ര അന്വേഷികൾക്ക് തീർച്ചയായും ഉപകാരപ്പെടുന്ന ഒരിടമായിരിക്കും ഇത്.
വിശുദ്ധ തോമാസ് ലീഹ ഇന്നും നമ്മുടെ കാവൽക്കാരനായി, മധ്യസ്ഥനായി, വിശ്വാസത്തിന്റെ പിതാവായി നമ്മെ എന്നും നയിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഈ യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. മറ്റൊരു യാത്രയിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം.